ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്തെങ്കിലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോയാബീൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോയാബീൻ കുതിർത്തരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, നമ്മളെ സവാള അരിഞ്ഞതുമാണ്, അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമ്മളെ സവാളയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കതേ ഇതിനകത്തേക്ക് നമ്മളെ സോയാബീൻ അരിഞ്ഞതും ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പം എന്തേ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമുക്ക് ബാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം എന്തേ ഞാൻ ഇവിടെ തേങ്ങ ചിരകിയത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്കതാ ഈ കൂട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം എന്തേ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതാ വെന്ത നമ്മുടെ സോയാബീനിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടെ ഒന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പം എന്തേ അടിപൊളിയായിട്ട് ആവി കയറി നല്ല ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ദേ നമുക്ക് നമ്മളെ വാവയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ചോദിക്കാം. അപ്പം ദേ വാവ കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.